SSLC Maths Arithmetic Sequences, page number 26, question number 2. The common difference of an arithmetic sequence is 2, and the sum of 9th, 10th, and 11th terms is 90. Calculate the first three terms of the sequence. നമുക്ക് തന്നിരിക്കുന്ന എഴുതാം കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു 2. ഇവിടെ കോമൺ ഡിഫറൻസ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഡി എന്നാണ്. ഡി ഈസ് ഈക്വൽ ടു 2. ആൻഡ് ദ സം ഓഫ് 9th, അതായത് x9 പ്ലസ് 10th x10 പ്ലസ് x11 ഈസ് ഈക്വൽ ടു 90. ഇത് മൂന്നും കൂടെ കൂട്ടിയാൽ 90 ആണ്. കാൽക്കുലേറ്റ് ദ ഫസ്റ്റ് ത്രീ ടേംസ് ഓഫ് ദ സീക്വൻസ്. അപ്പോൾ നമുക്കിതിൽ x10 എന്താണെന്ന് കണ്ടുപിടിക്കാം. x10 is equal to 90 divided by 3. ഈ മൂന്ന് ടേമിൻ്റെ സമ്മാണ്. അപ്പം മിഡിലെ ടേം എന്ന് പറയുമ്പം അതിനെ ഡിവൈഡഡ് ബൈ 3 ചെയ്താൽ മതി. ഇസ് ഈക്വൽ ടു 30 കിട്ടി. ഇനി നമുക്കിവിടെ കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു 2 ആണ്. അപ്പോൾ നമുക്ക് x9ഉം x11 ഒക്കെ എഴുതാൻ പറ്റും. x9 ഈസ് ഈക്വൽ ടു കോമൺ ഡിഫറൻസ് 2 മൈനസ് 30 മൈനസ് 2 28. ഇതൊന്നും നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടില്ല. ചോദിച്ചാൽ ചെയ്യാനാണ് ഈ പറയുന്നത്. x11 ഈസ് ഈക്വൽ ടു 30 പ്ലസ് 2. കോമൺ ഡിഫറൻസ് 2 ആഡ് ചെയ്യാം. 9th ടേം ആകുമ്പോൾ കോമൺ ഡിഫറൻസ് 2 ആണത് മൈനസ് ചെയ്യാം. മറ്റേത് 11th ടേം ആകുമ്പോൾ 2 പ്ലസ് ചെയ്യാം. ഈസ് ഈക്വൽ ടു 32. ഇത് മൂന്നും കൂടെ കൂട്ടി നമുക്ക് 90 ആണ് കിട്ടുക. അപ്പോൾ നമ്മളുടെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം, അങ്ങനെയും ചെയ്യാം. നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് കാൽക്കുലേറ്റ് ദ ഫസ്റ്റ് ത്രീ ടേംസ് ഓഫ് ദ സീക്വൻസ് എന്നാണ്. അപ്പോൾ നമുക്ക് x1 ആണ് അറിയേണ്ടത്. അപ്പോൾ നമ്മളൊരു ഫോർമുല പഠിക്കുന്നുണ്ട്. ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു കോമൺ ഡിഫറൻസ് എന്ന്. അപ്പോൾ ഡി ഈസ് ഈക്വൽ ടു നമ്മളൊരു ഫോർമുല പഠിക്കുന്നുണ്ട്. ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ടേം ഡിഫറൻസ് ടേം നമുക്ക് 10th ടേം ആകുമ്പോൾ 30 ആണ്, അത് എടുക്കാം. 30 മൈനസ് ഫസ്റ്റ് ടേം നമുക്ക് അറിയേണ്ടത്, അതിനെ നമുക്ക് x1 എടുക്കാം. ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഈ 30 എന്ന് പറയുന്നത് 10th ടേം ആണെന്ന് പറഞ്ഞാൽ 10th ടേമിൻ്റെ പൊസിഷൻ 10, ഫസ്റ്റ് ടേമിൻ്റെ പൊസിഷൻ 1 ഈസ് ഈക്വൽ ടു കോമൺ ഡിഫറൻസ് 2. ദെൻ 30 മൈനസ് x1 ഡിവൈഡഡ് ബൈ 9 ഈസ് ഈക്വൽ ടു 2. 30 മൈനസ് x1 ഈസ് ഈക്വൽ ടു 9 ഇൻറ്റു 2 18. 9 ഇൻറ്റു 2. 30 മൈനസ് x1 ഈസ് ഈക്വൽ ടു 18. നമുക്ക് x1 അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് പോസിറ്റീവ് ആവും. അപ്പോൾ 30 മൈനസ് 18 ഈസ് ഈക്വൽ ടു x1. 30 18 മൈനസ് ചെയ്താൽ എത്രയാണെന്ന് നോക്കാം. 30 മൈനസ് 18 10 മൈനസ് 8 2. ഇവിടെ 2 ആയി. ഇത് 2 ആയി. 2 മൈനസ് 1 1 12. x1 ഈസ് ഈക്വൽ ടു നമുക്ക് 12 കിട്ടി. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് ത്രീ ടേംസ് ആണ്. അപ്പോൾ കോമൺ ഡിഫറൻസ് സൈഡ് ചെയ്താൽ മതി. അപ്പോൾ x1 ഈസ് ഈക്വൽ ടു 12. x2 ഈസ് ഈക്വൽ ടു 12 പ്ലസ് 2 ഈസ് ഈക്വൽ ടു 14. x3 ഈസ് ഈക്വൽ ടു 14 പ്ലസ് 2 ഈസ് ഈക്വൽ ടു 16. ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നമുക്കത് നമ്മുടെ 10th ടേം വന്നിട്ട് 30 ആണ്. അപ്പോൾ 10th ടേം 30 കിട്ടണോ നോക്കാം. നമ്മുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാം. 12 14 16 18 20 22 24 26 28 30. ഈ 30 10th ടേം ആണ് നോക്കാം. 1 2 3 4 5 6 7 8 9 10. അപ്പോൾ 30 ഇവിടെ 10th ടേം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ആൻസർ ശരിയാണെന്നുള്ളത് നമുക്ക് ഉറപ്പായി. വെറുതെ ചെയ്തതാണ്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും തേർഡ് ടേമും എന്താണെന്നാണ്. അത് 12ഉം 14ഉം 16ഉം ആണ്. അതല്ലേ ചോദ്യം. കാൽക്കുലേറ്റ് ദ ഫസ്റ്റ് ത്രീ ടേംസ് ഓഫ് ദ സീക്വൻസ്. ഓക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആർക്കെങ്കിലും ഓൺലൈൻ ലൈവ് ട്യൂഷൻ ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യേണ്ട നമ്പറാണ് 8921630134. ഈ നമ്പർ കിട്ടിയിട്ടില്ലെങ്കിൽ വിളിക്കേണ്ട നമ്പറാണ് 9995984490. ഓക്കെ, താങ്ക് യു.